ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിമാവ് എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്ലാസ്സിനാണ് കേട്ടോ മാവ് എടുക്കുന്നത്. ഒരു ഗ്ലാസ് കൂടെ രണ്ടാമത്തെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ച് ഞാനിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പം ചെറിയ ജീരകം ഞാനിവിടെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ പാകത്തിന് ഉപ്പും. എന്നിട്ട് ഒന്നുകൂടി എല്ലാം കൂടി നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് ഈ മാവൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും ജീരകവും ചേർത്ത് നന്നായി ഒന്ന് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാനൊരൊപ്പം തിരികെ തേങ്ങ കൂടി ചേർക്കുവാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പാൽപമായി ചൂടുവെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം മാവ് നല്ല നൈസ് മാവായിരിക്കണം. അതായത് നമ്മുടെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കൈയിട്ട് നനച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഒരു സ്പൂണോ ഇതുപോലെയുള്ളൊരു സ്പാച്ചിലോ വെച്ചിട്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് പാകത്തിന് നനച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയുടെ മാവ് ഞാൻ ഇവിടെ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയുടെ മാവെല്ലാം ഞാൻ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് തേങ്ങാപ്പാലും അതിനോടൊപ്പം തന്നെ 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്തൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടായതിന് ശേഷമാണ് നമുക്കിതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ആ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് തിളച്ച് പൊങ്ങേണ്ട ആവശ്യമില്ല. നല്ല ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ആ കൊഴുക്കട്ടയുടെ ബോൾസ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം ഇവിടെ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ മാവ് ഈ ബോൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെ നമ്മൾ ഇതിൽ കൊഴുക്കട്ടയുടെ ആ ബോൾസ് എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തയ്യാറാകുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രുചിയൂറും പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ആവി പറക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെയേറെ രുചികരമായ ഒരു വിഭവമാണിത് പാൽ കൊഴുക്കട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ടാറ്റാ.